ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +1 +2 ലൈഫിലെ യൂണിഫോം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. ഇതാണ് ഗായ്സ് എൻ്റെ യൂണിഫോം. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫേസൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം കുറച്ച് മോയ്സ്ചറൈസർ ഇടാം. അത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ മേക്കപ്പ് ഒന്നും നമുക്ക് വേണ്ട. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് സെറ്റായി. ഇപ്പോൾ ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നില്ലേ? അടുത്ത് നമുക്ക് ഐലൈനർ. അത് വേറെ വലിയ യൂസൊന്നുമില്ല, പൊട്ട് വെച്ച് കൊടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ലിപ്പ് ഡ്രൈ ആവാതെ നോക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റ്. ഇനി നമുക്ക് കുറച്ച് കരി വരയ്ക്കാം കേർജൽ ഉപയോഗിച്ച്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്, എനിക്ക് കണ്ണാടി നോക്കാതെ വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ നമുക്കിനി ലിപ് ലൈനർ, ഞാൻ ലിപ്സ്റ്റിക് അല്ല കേട്ടോ ഗേസ് യൂസ് ചെയ്തത്, ലിപ് ലൈനറാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നല്ല ഷെയ്ഡല്ലേ? അപ്പോൾ അതൊക്കെ അപ്പോഴാണ് ഗേസ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. എനിക്ക് കുരു വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഹെയർ സെറ്റ് ചെയ്തത് ഒരു വലിയ പണിയാണ്. ഞാൻ കുറേ ആലോചിച്ചു, ഇങ്ങനെ എടുക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം. പിന്നെ ഇങ്ങ് തീരുമാനിച്ചു, വെറുതായിട്ടൊന്നും വേണ്ട, വലിയ ഡിസൈനൊന്നും കൊടുക്കണ്ട. ഈ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ അത്യാവശ്യമായി ഇറങ്ങി ഓടുമ്പോൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ്. ഒന്നും കിട്ടാറില്ല, വലിയ ഡെക്കറേഷൻ അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ വെറുതെ ഒന്ന് കെട്ടിവെക്കുന്നു. പിന്നെ നമ്മൾ ഡിസ്കോ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതിട്ടു, അപ്പോൾ സെറ്റായി. ഇനി രണ്ട് സൈഡും ഞാൻ കുറച്ച് മങ്കിയൊക്കെ ഇടാറുണ്ട് ഗീസ്, അതാണ് ഇങ്ങനെ. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമുക്ക് കുറച്ച് മുടിക്ക് വോളിയം കൂട്ടി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഇത്തിരി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഗീസ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കുറച്ചുകൂടെ വോളിയം തോന്നിക്കും. പിന്നെ ഇതാണ് ഗീസ് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ എവിടെ പോയാലും കുറി തൊട്ടിട്ടേ പോകാറുള്ളൂ. പിന്നെ എൻ്റെ ലൈഫിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കയറി വന്നൊരു വ്യക്തിയാണ് കണ്ണാടി. പിന്നെ അതിനെന്നും രാവിലെ തുടച്ച് പിറക്കി വെക്കുക, അതൊക്കെ തന്നെ കേസ്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. പിന്നെ ഒരു വാച്ചിടും. ഇതല്ലായിരുന്നു കേട്ടോ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്, ഒരു റബ്ബറിലുള്ളൊരു വാച്ചായിരുന്നു. അപ്പോൾ അതെൻ്റെ നിന്ന് പോയി. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഓക്കെ. പിന്നെ എൻ്റെ ബാഗ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എന്തോ ഒരു മിസ്സിങ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്നല്ലേ, എൻ്റെ പല്ലിലെ കമ്പി. ഇപ്പോഴാണ് ഗൈസ് അത് അഴിച്ചു വെച്ചത്, മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആയപ്പോൾ എല്ലാം സെറ്റായി. ഇപ്പോൾ പഴയ ആ +1 +2 ലൈഫ് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.